എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ എത്തിയതോടെയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതലായി ശ്രദ്ധ നേടിയത്. ഷോയിൽ വെച്ച് സഹമത്സരാർത്ഥിയായ ഗബ്രി ജോസുമായുള്ള ജാസ്മിന്റെ സൗഹൃദമായിരുന്നു ബിഗ് ബോസ് ഹൌസിന് അകത്തും പുറത്തും ചർച്ചയായി മാറിയത്. സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് ഇരുവരും കമിതാക്കളെ പോലെ പെരുമാറുന്നുവെന്നായിരുന്നു ഒരു കൂട്ടരുടെ ആക്ഷേപം. ഹൌസിനുള്ളിലെ ഇരുവരുടെയും കൂട്ടുകെട്ടിനെ ചൊല്ലി ഒടുവിൽ ജാസ്മിന്റെ വിവാഹം മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ തങ്ങൾ തമ്മിൽ സൗഹൃദമാണെന്നും ഈ ബന്ധം ബിഗ് ബോസ് കഴിഞ്ഞാലും തുടരുമെന്നും ഹൌസിൽ വെച്ച് ഇരുവരും ആവർത്തിച്ചു. ഇതിന്റെ പേരിൽ ഇരുവരുടെയും കുടുംബങ്ങൾ അടക്കം കടുത്ത സൈബർ ആക്രമണമാണ് നേരിട്ടത്. അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തുവന്ന ഇരുവരും തങ്ങളുടെ വാക്ക് പാലിച്ചു. സൈബർ ആക്രമണങ്ങളെയൊന്നും വകവയ്ക്കാതെ തങ്ങളുടെ സൗഹൃദം കൂടുതൽ ദൃഢമാണെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഇരുവർക്കുമെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾക്ക് താഴെ ഒരു കൂട്ടർ ഇപ്പോഴും അധിക്ഷേപ കമന്റുകൾ ഇടാറുണ്ട്. ഇപ്പോഴിതാ തങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രത്തിന് താഴെ അധിക്ഷേപിച്ചെത്തിയ ആൾക്ക് ചുട്ടമറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിൻ. തജിക്കിസ്ഥാനിൽ നിന്നുള്ള യാത്രക്കിടയിൽ ഗബ്രിക്കൊപ്പമുള്ള ചിത്രമാണ് ജാസ്മിൻ പങ്കുവച്ചത്. മാച്ചിങ് ദി വൈബ് എന്ന കാപ്ഷനോടെയാണ് ഫോട്ടോ പങ്കിട്ടത്. എന്നാൽ ഫോട്ടോയ്ക്ക് താഴെ കടുത്ത അധിക്ഷേപമാണ് ചിലർ നടത്തിയത്. താൻ പെർഫ്യൂം അടിക്കാറില്ലെന്നും തങ്ങളുടെ മതത്തിൽ പെർഫ്യൂം ഹറാം ആണെന്നും മുൻപ് ജാസ്മിൻ പറഞ്ഞിരുന്നു. എന്നാൽ അത് പിന്നീട് ജാസ്മിൻ തിരുത്തി. ഇക്കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഒരാളുടെ പരിഹാസ കമന്റ്. ജാസ്മിന്റെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് ഒരാൾ നടത്തിയ അധിക്ഷേപത്തിന് നിന്റെ അച്ഛനെ പോലെ എന്നാണ് ജാസ്മിൻ കൊടുത്ത മറുപടി. മറ്റൊരാളോട് തന്റെ പ്രായം ഉള്ള ഒരാളെ ചീത്ത വിളിച്ചുവെന്ന പേര് എനിക്കിനി വയ്യെന്നും നിർബന്ധിക്കരുതെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. അതേസമയം നിരവധി പേരാണ് ജാസ്മിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. എത്ര കാലമാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയെന്നാണ് താരത്തെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.